ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം തകർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് അത് പോയി എന്നുള്ളതാണ്. നിർത്തി അതിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും പാടില്ല എന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പല സർക്കാരുകളുടെ കാലത്ത് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഇത്രയധികം കുപ്പികൾ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് രാവിലെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ആ ഡിപ്പോയിൽ ഉണ്ടായ പ്രശ്നം കൊണ്ടായിരിക്കണം അനേകം കുപ്പികൾ അതിൻ്റെ അടുത്ത് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം ആയൂരിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ മിന്നൽ പരിശോധന വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ബസ്സിൽ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടതോടെയാണ് മന്ത്രി പിന്നാലെയെത്തി ബസ് തടഞ്ഞു നിർത്തിയത്. പ്ലാസ്റ്റിക് കുപ്പി നീക്കം ചെയ്യാത്തതിൽ മന്ത്രി ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്തിരുന്നു. കൊടിക്കുന്നിൽ ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് മന്ത്രി മിന്നൽ പരിശോധന നടത്തിയത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു, എല്ലാവരും കണ്ടതുമാണ്. മന്ത്രിയുടേത് വെറും ഷോ ആണെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. നടുറോഡിൽ യാത്രക്കാരുമായി വരുന്ന വാഹനം ആര് തടഞ്ഞു നിർത്തിയാലും കേസെടുക്കേണ്ടതല്ലേ? മന്ത്രിക്ക് ഇത്തരത്തിൽ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് PM ഷാജി സാറാണുള്ളത്. സാർ, KSRTC ബസ് തടഞ്ഞു നിർത്തി മന്ത്രി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന വലിയ വിവാദങ്ങൾക്കാണല്ലോ വഴിവെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഗതാഗത മന്ത്രിക്ക് ബസ് വഴിയിൽ തടഞ്ഞു നിർത്താനുള്ള അധികാരമുണ്ടോ? ഈ ഗതാഗത വകുപ്പിൻ്റെ അല്ല ഏത് വകുപ്പിൻ്റെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ആണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്, ഏത് മന്ത്രിയാണെങ്കിലും. അതുമാത്രമല്ല, അദ്ദേഹം ജനപ്രതിനിധിയും കൂടിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം പരിശോധിക്കും. പലപ്പോഴും തടഞ്ഞു നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെയും കൂടെയുള്ള ഗവൺമെന്റ്മാരായിരിക്കും വാഹനം തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഒരു അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലേഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടോ ആയിരിക്കും അദ്ദേഹം വണ്ടി തടഞ്ഞു നിർത്തിയത്. തടഞ്ഞു നിർത്തി അദ്ദേഹം അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചതാവാം. പക്ഷേ ഇതിൽ വിവാദമാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ട് ജീവനക്കാരോട് അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും പറച്ചിലും വരുമ്പോൾ പലപ്പോഴും ജീവനക്കാർക്കും അത് കാണുന്ന ആളുകൾക്കും അതൊരു നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രവർത്തന സംവിധാനം ഇതാണ്, ഞാൻ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കാണിക്കുന്ന സംവിധാനത്തിന് പകരമായിട്ട് ജനത്തിന് അതിനൊരു എതിരഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകരുത്. അത് നമ്മൾ സ്വയം ഒരു അവഹേളിക്കപ്പെടുന്ന രീതിയിലായിപ്പോവും. ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിൽ അപാകതകളുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നത് മതപരമായിട്ട് അവരെ ശിക്ഷിക്കുന്ന നടപടി എടുക്കുന്നതിന് പകരമായിട്ട് പരസ്യമായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും സംഭാഷണങ്ങളും ഒരിക്കലും ആശാസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ എല്ലാം അതിൻ്റെ നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള രീതിയിലല്ല വരുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം തകർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് അത് പോയി എന്നുള്ളതാണ് പൊതുവെ കാണുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പിന്നീടുണ്ടായ എല്ലാ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കാണുന്നത്. യാത്രക്കാരെ കുറച്ചു സമയമെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും KSRTC ബസ് തടഞ്ഞു നിർത്തിയ സംഭവം വലിയ വിവാദമാകുകയും ഇപ്പോഴും ആ കേസ് കോടതിയുടെ പരിഗണനയിലുമാണ്. ആ സംഭവം ഉണ്ടായിരുന്നപ്പോഴും പറഞ്ഞിരുന്നത് ബസ് തടയാൻ ആർക്കും അധികാരമില്ല എന്നാണ്. ശരിക്കും യാത്രാ ബസ് പരിശോധിക്കേണ്ടത് എപ്പോഴാണ്? ഇതിന്റെ ഒരു റൂൾ എന്താണ്? യാത്രാ ബസ്സുകൾ വഴിയിൽ തടഞ്ഞു നിർത്തി അതിൽ യാത്രക്കാർക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും പാടില്ല എന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പല സർക്കാരുകളുടെ കാലത്ത് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. യാത്രാ ബസ്സുകൾ പരിശോധിക്കേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അതിലെ ടെർമിനൽ പോയിന്റുകളിലൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഇടയ്ക്കെങ്കിലും ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനുകളിൽ വെച്ച് പരിശോധിക്കാം. അപ്പോഴും യാത്രക്കാർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് അവർ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ആ രീതിയിലുള്ള പരിശോധന പാടില്ല എന്ന് സർക്കാരുകൾ തന്നെ പല ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ കൃത്യം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ അത്രയ്ക്ക് ഗുരുതരമായ ഒരു കുറ്റകൃത്യം ആ വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ക്രൂസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർവെൻഷൻ നടത്താം. ഇൻ്റർസെപ്റ്റർ നടത്തിയിട്ട് ചെയ്യാൻ പറ്റും. ഒരു അപകടകരമായ രീതിയിൽ ഒരു വാഹനം ഓടിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് ഗതാഗത സംവിധാനത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊക്കെ ഒരു സംവിധാനം, ഒരു പ്രവർത്തനം ആ വാഹനത്തിൻ്റെ ജീവനക്കാരിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് തടഞ്ഞു നിർത്തി അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. അല്ലാത്ത സംവിധാനത്തിലെങ്കിലും വാഹനത്തിൻ്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവസാനിച്ചതിന് ശേഷം പരിശോധിക്കണമെന്നാണ് നിലവിലുള്ള ഉത്തരവുകൾ. നമ്മളെല്ലാം ആ വീഡിയോ കണ്ടതാണ്. ആ വീഡിയോയിൽ ബസ്സിലെ ജീവനക്കാരെ, ഡ്രൈവറെയും കണ്ടക്ടറെയും മന്ത്രി ശാസിക്കുന്നുമുണ്ട്. ശരിക്കും മന്ത്രിക്ക് ഇങ്ങനെ ശാസിക്കാനുള്ള അധികാരമുണ്ടോ, അതോ ഇതൊക്കെ വെറും ഒരു ഷോയായി മാത്രം കരുതിയാൽ മതിയോ? ഇത് ശാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെയാണ് ശാസിക്കേണ്ടത്. അപ്പോൾ ഈ വാഹനത്തിലെ ഇത്രയധികം കുപ്പികൾ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് രാവിലെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ആ ഡിപ്പോയിൽ ഉണ്ടായ പ്രശ്നം കൊണ്ടായിരിക്കണം അനേകം കുപ്പികൾ അതിൻ്റെ അടുത്ത് കഴിയുന്നത്. അതുമാത്രമല്ല, കുപ്പികളെല്ലാം റോഡിലോട്ട് വലിച്ചെറിയുന്നത് ആശാസ്യമായ കാര്യമല്ലല്ലോ. അപ്പോൾ ഇനി അതേ ബസ്സിലെ യാത്രക്കാർ ഉപയോഗിച്ച കുപ്പികളാണ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ പോലും അത് നല്ല നടപടിയായിട്ടേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അതല്ല, തലേ ദിവസത്തെ ജീവനക്കാരുടെ വണ്ടി ഡിപ്പോയിൽ വന്നതിന് ശേഷം അത് പരിശോധിക്കാതെ, അത് വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്യാതെ നടത്തിയ ഒരു സംവിധാനമാണെങ്കിൽ അതിന് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് നടപടി എടുക്കേണ്ടത്, അവരെയാണ് ശാസിക്കേണ്ടിയിരുന്നത്. ഇത് അപ്പോൾ രാവിലെ ഡ്യൂട്ടിയിലെടുത്ത വന്ന ജീവനക്കാർക്ക് ചിലപ്പോൾ അതിൽ, പക്ഷെ അവർ ഒരു പ്രാഥമിക ഉത്തരവാദിത്വമുണ്ട്. വണ്ടി ക്ലീൻ ആക്കിയിട്ടാണോ ഡിപ്പോയിൽ നിന്ന് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അവർ ടേക്ക് ഓവർ ചെയ്ത് നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുപ്പി എപ്പോൾ വന്നു, എത്രയധികം കുപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു പത്രത്തിൽ കണ്ട ഒരു വാർത്ത എന്ന് വെച്ചാൽ ഡ്രൈവറുടെ ഡ്രൈവിംഗ് വീലിൻ്റെ മുന്നിലായിട്ടൊരു കുപ്പി കണ്ടു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടുന്നത്. അപ്പോൾ അത് നോക്കുമ്പോഴേ ഡ്രൈവർക്ക് കുടിക്കാനുള്ള കുപ്പിയായിരിക്കാം, അതിന് വെക്കാനുണ്ടായിരുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് ആ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചു വന്നത്. ഡാഷ്ബോർഡിൽ കുപ്പി സൂക്ഷിക്കുന്നത് അപകടകരമായിട്ടുള്ള, കാരണം അതിന് ഉരുണ്ട് യാത്രക്കിടയിൽ സഞ്ചാരത്തിനിടയിൽ ഉരുണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ ഡ്രൈവറുടെ കാലിലോ ബ്രേക്കിൻ്റെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അവിടെയിലേക്ക് വന്ന് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാനാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ജാമായോ അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത് ജാമായോ ആ ഉദ്ദേശിച്ച ഒരു അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് അവിടെ സൂക്ഷിക്കുന്നത്. അപ്പോൾ സൂക്ഷിക്കാനായിട്ടുള്ള കാരിയർ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഡ്രൈവർ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ചെയ്തില്ല എന്നുള്ളതാണ് മന്ത്രി ശാസിച്ചെങ്കിൽ അത് ഡ്രൈവറെ മാറ്റി നിർത്തിയിട്ട് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷെ പരസ്യമായിട്ട് ശാസിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ അതിനെതിരെ അഭിപ്രായങ്ങളും അതിന് തിരിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ പല രീതിയിലുണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മന്ത്രി ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തിയ ആ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന്റെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് 2025 ഓഗസ്റ്റ് 7 അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നുമല്ലേ മന്ത്രി അന്വേഷിക്കേണ്ടത്? അല്ല, അതിനൊക്കെ ജീവനക്കാരെ വെച്ച ഡിപ്പോയിലെ ഈ വാഹനത്തിന്റെ രേഖകൾ കറക്റ്റാണോ, ഈ വാഹനത്തിന് ആവശ്യമായ സാങ്കേതികമായിട്ടുള്ള എല്ലാ യോഗ്യതകൾ കൊണ്ടുവന്ന് പരിശോധിക്കാനായിട്ട് ഉള്ള സംവിധാനമുണ്ട്. അതിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ആ ഡിപ്പോയിലെ അതിൻ്റെ കൺസേൺഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അവരത് പരിശോധിക്കണമായിരുന്നു. ലൈനിൽ വിടുന്നതിന് മുമ്പ് ആ ഭാഗങ്ങൾ ഉറപ്പാക്കിയിട്ട് വേണോ എന്ന് വിടുന്നത്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതിൽ ഉണ്ടായ പ്രായോഗികമായിട്ടുണ്ടായ വീഴ്ചയാണ് അതിനെക്കുറിച്ച് കരുതാൻ പാടുള്ളൂ. അത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും
പൊതുജനമാണ് അത് കണ്ടുപിടിച്ചിട്ട് ഈ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് കുറ്റകരമാണ്. പക്ഷേ പൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത് നിയമപരമായിട്ട് എല്ലാ വാഹനത്തിലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കേണ്ടതാണ്. അത് കൃത്യസമയത്ത് പരിശോധിച്ച് അത് ഉറപ്പാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല. ഒരു സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചില്ല എന്നുള്ള ഒരു കുറ്റമാത്രമായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ പൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് മുൻകൂറായിട്ട് വാങ്ങി വെക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ടാകും. അത്യാവശ്യക്കാരായിരിക്കും ഒരുപക്ഷെ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ വൈകിയതിൽ മന്ത്രി സമാധാനം പറയേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ടും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇപ്പം ഇത് എത്ര സമയം അവിടെ ഹോൾഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. വാർത്തകളിൽ നിന്ന് ഇടക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പരിശോധന നടത്താനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരിശോധിച്ചപ്പോഴുണ്ടായിരുന്നു. ഇനി യാത്രക്കാരത് ചോദ്യം ചെയ്താൽ എനിക്ക് ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് എൻ്റെ കാര്യം നടക്കാതെ വന്നു എന്ന് പറയുന്നതിൽ അതിന് സ്വാഭാവികമായി കൂടുതലായിട്ടുള്ള ഒരു ദൈർഘ്യമുണ്ടെങ്കിൽ ആ തടസ്സത്തിന് ദൈർഘ്യമുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും. അല്ലാത്ത ഒരു ചെറിയൊരു സംവിധാനം, ഇപ്പോൾ നമ്മുടെ റോഡിൽ ബ്ലോക്ക് ഉണ്ടായാൽ നമുക്ക് അതിനെ എതിർക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതേപോലെ ഒരു ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് ആ ഒരു തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രസ്താവന ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് രാവിലെ എത്തി വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്തു പോരുകയല്ലാതെ വാഹനം വൃത്തിയാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നും വെറുതെയല്ല KSRTC ബസ്സുകൾ നശിക്കുന്നത് എന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് പൊതുഗതാഗത സംവിധാനമാണ് എന്നും ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ ജീവനക്കാർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുമാണ് മന്ത്രി പറഞ്ഞത്. ഈ പറയുന്നതിൽ ശരിയില്ലേ സാർ? കാരണം പലപ്പോഴും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യങ്ങളിൽ വീഴ്ച വരുന്നില്ലേ? തീർച്ചയായിട്ടും ബസ്സുകൾ സുരക്ഷിതമായിട്ടും അല്ലെങ്കിൽ വൃത്തിയായിട്ടും സൂക്ഷിക്കണം. കാരണം ഇതിൽ കയറുന്നത് മനുഷ്യർ തന്നെയാണല്ലോ. നമ്മൾ രാവിലെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ബസ്സിൽ നിന്ന് അഴുക്ക് പറ്റി നമ്മുടെ വസ്ത്രം കേടാവുന്ന കാര്യം. ഒരു രാവിലെ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ചിട്ട് പോകുമ്പോൾ അതിൽ അഴുക്ക് പറ്റുന്ന വാഹനത്തിൽ നിന്ന് അഴുക്ക് പറ്റുന്ന സംവിധാനം ഉണ്ടാവാൻ പാടില്ല. അത് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ KSRTC എന്നുള്ള ഒരു കോർപ്പറേറ്റ് ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനത്തിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ സംവിധാനം ഡിപ്പോയിൽ ഉള്ള ഉദ്യോഗസ്ഥർ, അതിനായിട്ട് ചുമതലപ്പെടുത്തിയ ആളുകൾ അത് ചെയ്യേണ്ടതും അത് സൂപ്പർവൈസ് ചെയ്യേണ്ടതുമാണ്. ഡ്രൈവർക്ക് വാഹനം കൈമാറുമ്പോൾ, രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന ഡ്രൈവർക്ക് ആ ഡിപ്പോയിൽ നിന്ന് ആ വാഹനം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് കൈമാറുമ്പോൾ ഇതെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവറും കണ്ടക്ടറും വെച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇന്നലെ രാത്രി ട്രിപ്പ് അവസാനിച്ച് ഇന്ന് രാവിലെ ട്രിപ്പ് കൊടുക്കുന്ന ഈ രാത്രി ഈ വാഹനം എനിക്ക് കൈമാറുന്നതിന് ഇടയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഉത്തമ വിശ്വാസം അവർക്കുണ്ടാവും. കാരണം അതിൻ്റെ സംവിധാനമുണ്ട്. ആ സംവിധാനം ഫലപ്രദമാണ്. എങ്കിലും ജസ്റ്റ് അതിൻ്റെ അകം ഒന്ന് പരിശോധിക്കേണ്ടത്, അത് വൃത്തിയാണോ, ഏതെങ്കിലും ഇതുണ്ടോ, ഞാൻ അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് യാത്രയ്ക്ക് തുടങ്ങിയതിന് ശേഷം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ട അല്ലെങ്കിൽ തടസ്സമുണ്ടാവുന്ന ആ ഒരു സംവിധാനം ഇല്ല. അതിൻ്റെ സാങ്കേതിക യോഗ്യതയുണ്ട്. എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായിട്ട് എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഏത് ഡ്രൈവർക്കും അത് ഡ്രൈവറുടെ പ്രാഥമിക ചുമതലയാണ്. അതിൽ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പോലും അവനവന് ബോധപ്പെടാനായിട്ട് ആ ഡ്രൈവറും കണ്ടക്ടറും ചെയ്യേണ്ടതാണ്. ഈ ഒരു വിവാദത്തിന് മുൻപാണ് മറ്റൊരു സംഭവം കൂടി നടന്നത്. അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും എത്താത്തതിനെ തുടർന്ന് 52 MVD വാഹനങ്ങളുടെ ഉദ്ഘാടനം ഗതാഗത മന്ത്രി ഉപേക്ഷിച്ച സംഭവം കഴിഞ്ഞ ദിവസം തന്നെയാണ് സംഭവിച്ചത്. അതിനും മന്ത്രി പഴിച്ചത് ഉദ്യോഗസ്ഥരെയാണ്. ഇങ്ങനെ എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുമോ? ആ സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോഴും എൻ്റെ കമ്മ്യൂണിക്കേഷൻ, കാരണം ആ ഒരു സംവിധാനം, ആ ഒരു ഉദ്ഘാടന പരിപാടി ഒരുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയ ആളുകൾ മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം സ്വാഭാവികമായിട്ടും എല്ലാ ജനപ്രതിനിധികൾക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് രീതികളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും.
അതനുസരിച്ചുള്ള സംവിധാനം എടുക്കണം. കാരണം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത കാലത്ത് ഞാൻ ഇതുപോലെ അനേകം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ അവരുമായിട്ടായിരുന്നു, സാറിന് പ്രത്യേകം എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ള അവരുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ആശയവിനിമയത്തിൽ എന്തോ കാര്യമായ പാകപ്പിഴ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ കനകക്കുന്നിൽ വാഹനം കയറ്റാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ടൈൽസ് കേടാവുന്നുണ്ട്. ടൈൽസ് കേടാവേണ്ട സാഹചര്യം അവിടെ ഉണ്ട്. അതിനു മുമ്പ് തന്നെ അവിടെ പല പരിപാടികളും അവിടെ നടത്തിയിട്ടുള്ളതാണ്. KSRTCയുടെ തന്നെ ബസ്സുകൾ കയറിയ ടൈൽസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു 1 ടണ്ണിൽ താഴെ ഭാരമുള്ള ഒരു ജീപ്പ് കയറി എന്ന് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മന്ത്രിയുടെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. അപ്പോൾ മന്ത്രിയുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ മന്ത്രി നിശ്ചയിക്കുന്ന, മന്ത്രിയാണല്ലോ അതിൻ്റെ തലവനായിട്ടിരിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പൊതുജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ക്ഷേമ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ ഒരു മന്ത്രിയുടെ ഓഫീസും മന്ത്രിയുമായിട്ടും ഇതുമായിട്ടൊരു ആശയവിനിമയത്തിൽ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാവാം എന്നുള്ളതാണ് കരുതാൻ കഴിയുള്ളൂ. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു പോരുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ശരിക്കും അങ്ങനെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു പോരുണ്ടോ? അങ്ങനെ പോരുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ ബാധിക്കില്ലേ? മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ പോരുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഓരോരുത്തരുടെ ഓരോ രീതിയാണല്ലോ. അപ്പോൾ ഇതിൽ ജനജീവിതത്തെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ടാകുന്ന ഒരു എന്താണ് അതിന് പറയുക, അവരുടെ പ്രവർത്തന രീതിയിൽ നിന്ന് അവർ ഒരു ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എനിക്കിങ്ങനൊരു സംഭവം പറ്റുമ്പോൾ ഒരു നിരാശാബോധം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പലപ്പോഴും തുടർന്നുള്ള നടപടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മന്ത്രി ഉദ്യോഗസ്ഥനും പോരുണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും അതുപോലെ അതുപോലെ KSRTCക്ക് ഇത്രയും നല്ല രീതിയിലേക്ക് നമ്മൾ ആഗോളതലത്തിലുള്ള പല സംവിധാനങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് KSRTCയുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും. അവിടെ എല്ലാം പല പദ്ധതികളും അദ്ദേഹം നടപ്പാക്കുന്നത് അത് ജനോപരപ്രദമായിട്ട് നടപ്പാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സഹായം അത്യാവശ്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ് എന്ന് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അതിൽ ചെയ്യാനായിട്ട് ഇന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിലുണ്ട്, അതിന് ഉള്ള സംവിധാനങ്ങളുടെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ സമന്വയിപ്പിച്ച് രണ്ടും സഹകരിച്ച് പോയാൽ മാത്രമേ ഇത് അദ്ദേഹം ആഗ്രഹിക്കുന്നതും ജീവനക്കാർക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും.